CPIMന്റെ അക്രമ രാഷ്ട്രീയം എന്നതാണല്ലോ പരാമർശ വിഷയം. കണ്ണൂരിൽ ആക്രമണത്തിന് ഇരയായ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ജഗദീപൻ ഗുരുതരാവസ്ഥയിലാണ്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഒരു യോഗം തന്നെ സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗത്തിൽ ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും നേരമില്ലാത്തതിനാൽ സുധീരനെ ഉദ്ഘാടകനുമാക്കി. കണ്ണൂർ DCC പ്രസിഡന്റ് ആയിരിക്കണമെങ്കിൽ വെട്ടും കുത്തുമൊക്കെ പദാനുപദമായി വർണ്ണന നടത്തി വിശദീകരിക്കാൻ കഴിയണം എന്ന ഒരു ചട്ടം നിലവിലുണ്ടോ എന്ന് തോന്നിക്കുന്ന പ്രസംഗമാണ് കെ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. ഇനി അതിക്രമത്തെക്കുറിച്ചുള്ള ആ കഥാപ്രസംഗമാണ്. നിങ്ങളുടെ അനുവാദത്തോടുകൂടി നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുക. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ ആ ബുദ്ധ മാറിക്കൊണ്ടു അഥവാ മാറിപ്പോയ ബുദ്ധ. ജഗദീപൻ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 10:15 മണിക്ക് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ വീട്ടിലേക്ക് വരികയാണ്. ഒരു മോട്ടോർ ബൈക്കിൽ വരുന്ന ജഗദീപൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ചില്ലറ സാധനങ്ങൾ വാങ്ങി കയ്യിൽ വെച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ റോഡ് മുറിച്ച് കടന്നുകൊണ്ട് ഒരാൾ പോകുന്നു. ജഗദീപൻ കരുതി പാവം ആരോ പെട്ടെന്ന് അറിയാതെ റോഡ് മുറിച്ച് കിടക്കുന്നതാണെന്ന് അദ്ദേഹം കരുതി. ജഗദീപൻ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ബ്രേക്ക് ഒരു മിനിറ്റ് ചവിട്ടി. ആ ജീവൻ രക്ഷിക്കാൻ, ആരുടെ ജീവൻ രക്ഷിക്കാൻ? റോഡ് മുറിച്ച് കടന്ന മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ. അവനൊരു CPM ഭീകരനാണ് എന്ന് പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകൻ ജഗദീപൻ അറിയില്ല. റോഡ് മുറിച്ച് കടക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടി ആ ജീവൻ രക്ഷിക്കാൻ പ്രിയപ്പെട്ട ജഗദീപൻ ശ്രമിച്ചപ്പോൾ ആ ഒരു മിനിറ്റ് വണ്ടി നിർത്തിയ സമയത്താണ് ഭീകര സംഘം 5 പേർ, അതിന്റെ പിറകിൽ 10 പേർ, 15ഓളം വരുന്ന ക്രിമിനൽ സംഘം ഓടിയെടുത്ത് ഇരുമ്പ് പാര കൊണ്ട് തലക്ക് അടിക്കുകയാണ്. മാറി മാറി തലക്കടിക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും വാവിട്ട് കരയും. ആ വാവിട്ട് കരയാതിരിക്കാൻ ഈ റോഡ് മുറിച്ച് കടന്ന ആ വ്യക്തി ആദ്യം ഓടി വന്ന് ജഗദീപന്റെ വായ തോർത്തുകൊണ്ട് മുഖം കെട്ടുകയാണ്. ജഗദീപൻ സംസാരിക്കാൻ കഴിയാതെ, ഒരു വാക്ക് പറയാൻ കഴിയാതെ, വാവിട്ട് കരയാൻ കഴിയാതെ, എന്നെ രക്ഷിക്കണമേ എന്ന് പറയാൻ കഴിയാതെ, എന്നെ തല്ലരുതേ എന്ന് പറയാൻ കഴിയാതെ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. തീവ്രവാദ സംഘടനയെ പോലെ CPMന്റെ ക്രിമിനലുകൾ ജഗദീപന്റെ തലയിലേക്ക് ആഞ്ഞാഞ്ഞു വെട്ടി. ഇരുമ്പ് പാറ കണ്ടു. കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ മേലെ കോൺക്രീറ്റ് കഴിഞ്ഞാൽ പല പൊളിച്ചെടുക്കുന്നതിന് വേണ്ടി ആണി പൊരിക്കുന്ന ഒരു തരം പാറയുണ്ടല്ലോ, അതിനെന്തോ ഒരു പേരുണ്ട്, കമ്പിപ്പാറ. ആ പാറയാണ് ഓരോ ആളുടെ കയ്യിലും ഉണ്ടായത്. ഒരു മനുഷ്യന്റെ തലക്ക് ഒരു അടി അടിച്ചാൽ തന്നെ തല പൊളരും. ജഗദീപന്റെ തല വിണ്ടു കീറിപ്പോയി. ജഗദീപന്റെ തല എല്ലാ ഭാഗത്തും പൊട്ടി. CPM ക്രിമിനലുകൾ അപ്പോഴും ജീവൻ നഷ്ടപ്പെടാതെ, അപ്പോഴും മനക്കരുത്തോടെ, മനസ്സിന്റെ കരുത്ത് വിടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ പ്രവർത്തകനാണ് ഞാൻ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേദനകൾ മനസ്സിൽ കടിച്ചു തന്ന് പ്രിയപ്പെട്ട ജഗദീപൻ അവിടെ കിടക്കുന്നു. അടിച്ചു തീർന്നപ്പോ, അടിച്ചു കഴിഞ്ഞപ്പോ, അടിച്ചു മതിയായപ്പോൾ, തല്ലി തകർത്ത മതിയായപ്പോൾ ഈ കഷ്പള സംഘം അവിടെ നിന്ന് മാറുന്നു. ആളുകൾ കണ്ടു നിന്നവർ ഓടി വരുന്നു. ജഗദീപനെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ ബുദ്ധ മാറിക്കൊണ്ടു അഥവാ മാറിപ്പോയ ബുദ്ധ എന്നുള്ള എന്റെ ഈ ചെറിയ കഥ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ചുരുക്കത്തിൽ കണ്ണൂരിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണോ? രാഷ്ട്രീയ കൊലപാതകങ്ങളെയും ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ CPIM പാടുപെടുമ്പോഴാണ് കാനം രാജേന്ദ്രൻ പുതിയ സിദ്ധാന്തവുമായി വരുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നത് ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങളുടെ മാത്രം സംരക്ഷകരാണോ എന്ന തോന്നൽ പൊതുജനത്തിൽ രൂപപ്പെട്ടു വരികയാണത്രേ. ഒരു ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാളിന് വളരെ വേഗം
വേഗം നടന്നു കയറാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല സംഘപരിവാർ രാഷ്ട്രീയം. അതേപോലെ തന്നെ സംഘപരിവാർ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന ഒരാളിന് വളരെ വേഗം നടന്നു കയറാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ഇടതുപക്ഷ രാഷ്ട്രീയം. എന്നാൽ ഇന്ന് അത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന്റെ ഫലമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അതിർത്തി വരമ്പ് അത് ലോലമാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന്റെ ഫലമായി ഈ കാലമത്രയും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിന്നവർക്ക് മാറി ചിന്തിക്കാനാവും എന്ന ഒരു സന്ദേശം അത് നൽകുന്നുണ്ടോ? പുതിയ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷം തയ്യാറാകേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ഉള്ള ഇടതുപക്ഷ പാർട്ടി. ഈ പുതിയ സാഹചര്യം ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് ആ രീതിയിലേക്ക് എത്തുന്നത്? കാനം പറഞ്ഞാൽ കോടിയേരി ശരിവയ്ക്കണമെന്നില്ലല്ലോ. CPIM അങ്ങനെയാണോ? ഇടതുപക്ഷം മത നിരപേക്ഷതയ്ക്ക് വേണ്ടിയും മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു പ്രസ്ഥാനമാണ്. മതേതരത്വം എന്നത് ന്യൂനപക്ഷ പീഡനമല്ല. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തുല്യ അവകാശം. അതിനുവേണ്ടി CPIM പോരാടും. നിർബന്ധിതമായ മതപരിവർത്തനം, ഗർവാപ്പസി RSSകാർ നടത്തുന്നതിനെ ഒരു കാരണവശാലും ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മുസ്ലിമുകൾ രണ്ടാംകിട പൗരന്മാരാണ്. മുസ്ലിമുകൾക്ക് വോട്ടവകാശം കൊടുക്കാൻ പാടില്ല. മാട്ടിറച്ചി നിരോധിക്കണം. ഇതൊക്കെയാണ് മതേതരത്വം എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അപ്പോൾ ഈ മാട്ടിറച്ചി ഘർവാപ്പസി മോഡൽ പ്രശ്നങ്ങളിലൊക്കെ ഒരു പുനരാലോചന വേണം എന്നാണോ കാനം ഉദ്ദേശിച്ചത്? അല്ല, കാനത്തിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും CPIM വിവാദമാക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ തമ്മിലിപ്പോൾ നല്ല ബന്ധമാണുള്ളത്. ആ ബന്ധത്തെ നിങ്ങൾ ഒലക്കാൻ ഉദ്ദേശിക്കരുത്. എന്തെങ്കിലും കാനവുമായിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ കാനവുമായിട്ട് തന്നെ നേരിട്ട് ഞങ്ങൾ സംസാരിക്കും. ഏത് വിധത്തിലാണ് അങ്ങനെ ഒരു പ്രസ്താവന ചെയ്യാനിടയായത് എന്നുള്ള അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. പരസ്യമായൊരു വാദപ്രതിവാദം CPIയുമായി നടത്താൻ ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പണ്ട് പിണറായിയുടെ കാലത്താണെങ്കിൽ പന്ന്യൻ എപ്പോൾ മിണ്ടിയെന്ന് ചോദിച്ചാൽ മതി, തിരിച്ചടി അപ്പോൾ കിട്ടിയേനെ. എന്നാൽ ഇത് കോടിയേരിയാണല്ലോ. അതുകൊണ്ട് ഒരു സംഘർഷം പ്രതീക്ഷിക്കേണ്ട. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് മാധ്യമ സിൻഡിക്കേറ്റ്. ഒരു മാധ്യമ സിൻഡിക്കേറ്റ് അജണ്ട തീരുമാനിക്കുന്നു, അതിലെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന വിമർശനം വിസ്മരിക്കാൻ സമയമായിട്ടില്ല.